ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് നടന്നു കയറിയ ഒരാളുടെ ജീവിതത്തിലേക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സാധാരണ കഥയല്ല. അതൊരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിലപ്പോൾ നമ്മുടെ കണ്ണു നനയിക്കുകയും ചെയ്യുന്ന ഒരു മാന്ത്രിക അനുഭവമാണ്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട് തുടങ്ങിയ കൃതികളിലൂടെ വളരെ ലളിതമായ വാക്കുകളിൽ ജീവിതത്തിൻ്റെ വലിയ സത്യങ്ങൾ പറഞ്ഞ ആ വലിയ മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗാന്ധിജിയുടെ കൈ തൊടാൻ വേണ്ടി സ്കൂളിൽ നിന്നും ഓടിപ്പോകുന്ന ഒരു കുട്ടിയെയാണ്. പിന്നീട് കയ്യിൽ ഒരു രൂപ പോലുമില്ലാതെ ഇന്ത്യ എന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടി ഒരു സന്യാസിയെപ്പോലെ അലഞ്ഞു തിരിയുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കാണും. ജയിലിൻ്റെ മതിലുകൾക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് പ്രണയിച്ച കാമുകനെ, തൻ്റെ വീട്ടിൽ ആടിനെയും കോഴിയെയും പൂച്ചയെയും എല്ലാം കഥാപാത്രങ്ങളാക്കി ഒരു മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്ന് ലോകത്തോട് സംസാരിച്ച സുൽത്താനെ, എന്തിനേറെ ദൈവത്തോട് നേരിട്ട് പരാതി പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ വരെ നമ്മൾ ഈ യാത്രയിൽ കണ്ടുമുട്ടും. നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ചിത്രം ഇതാണ്. കയ്യിൽ ഒരു രൂപ പോലുമില്ലാതെ വിശാലമായ ഇന്ത്യ എന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ പോകുന്നൊരു കൗമാരക്കാരൻ. അവൻ്റെ കണ്ണുകളിൽ ഭയമല്ല, കത്തുന്ന കനലാണ്. കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്കപ്പുറമാണ്. 1924 കേരളത്തിലെ വൈക്കം എന്ന ചെറിയ പട്ടണം ചരിത്രത്തിൽ ആദ്യമായി വലിയൊരു സംഭവത്തിന് സാക്ഷിയാവുകയാണ്. വൈക്കം സത്യാഗ്രഹം കൊടുമ്പിരികൊള്ളുന്ന സമയം. ഐത്തത്തിനെതിരെ അഥവാ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള ഒരു വലിയ സമരം. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നേതാക്കളും സാധാരണക്കാരും വൈക്കത്തേക്കൊഴുകിയെത്തുന്നു. ആ സമയത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്മാവായ സാക്ഷാൽ മഹാത്മാഗാന്ധി വൈക്കത്തേക്ക് വരുന്നത്. അന്ന് വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്, മുഹമ്മദ് ബഷീർ. അവൻ്റെ ഉപ്പ ഒരു മരക്കച്ചവടക്കാരനാണ്. വലിയൊരു കുടുംബം. വീട്ടിലാണെങ്കിൽ എപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും തന്നെ. പക്ഷേ ആ കുട്ടിയുടെ മനസ്സ് നിറയെ പുറം ലോകത്തെക്കുറിച്ചുള്ള കൗതുകങ്ങളാണ്. ഗാന്ധിജി വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ അവൻ വലിയ ആവേശത്തിലാണ്. ആരാണീ ഗാന്ധിജി? ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ പോകുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണണം, പറ്റുമെങ്കിലൊന്ന് തൊടണം. അതായി അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഗാന്ധിജി വരുന്ന ദിവസം സ്കൂളിൽ നിന്നാരും പുറത്തു പോകരുതെന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. പക്ഷേ ബഷീറിനെ പിടിച്ചുകെട്ടാൻ ആർക്കു കഴിയും? അവൻ ക്ലാസ്സിൽ നിന്ന് ചാടി ഗാന്ധിജിയെ കാണാനായി ആളുകൾ തടിച്ചുകൂടിയ സ്ഥലത്തേക്ക് ഓടുന്നു. വലിയൊരു ജനക്കൂട്ടം. അതിനിടയിലൂടെ നൂഴ്ന്നു കയറി ഏറ്റവും മുന്നിലെത്താൻ അവൻ ശ്രമിക്കുന്നു. ഗാന്ധിജി ഒരു കാറിൽ വന്നിറങ്ങുന്നു. അദ്ദേഹത്തെ കാണുന്നതോടെ ബഷീറിൻ്റെ കുഞ്ഞു മനസ്സിൽ എന്തോ ഒരു വലിയ അനുഭവം നിറയുന്നു. ആളുകളുടെ തള്ളിച്ചയ്ക്കിടയിലൂടെ അവൻ എങ്ങനെയോ ഗാന്ധിജിയുടെ കാറിനടുത്തേക്കെത്തുന്നു. ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ ആൾക്കൂട്ടത്തിനിടയിലൂടെ കൈയിട്ട് അവൻ ഗാന്ധിജിയുടെ ശരീരത്തിലൊന്ന് തൊട്ടു. ജീവിതത്തിൽ ആദ്യമായി ഒരു വലിയ ലക്ഷ്യം നേടിയെടുത്ത സന്തോഷമായിരുന്നു ആ നിമിഷം അവൻ്റെ മുഖത്ത്. ആ ഒരൊറ്റ സ്പർശനം മതിയായിരുന്നു ബഷീറിൻ്റെ ജീവിതം മാറിമറിയാൻ. അവൻ്റെ മനസ്സിൽ സ്വാതന്ത്ര്യ സമരമെന്ന തീ ആളിക്കത്താൻ തുടങ്ങുന്നു. വീട്ടിൽ ആരും അറിയാതെ അവൻ ഖദർ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങുന്നു. സ്കൂളിലെ കൂട്ടുകാരുമായി ചേർന്ന് ചെറിയ ജാഥകൾ നടത്തുന്നു. അവൻ്റെ ലോകം അതുവരെ കണ്ടിരുന്ന വൈക്കത്തിലെ വീടും സ്കൂളും പുഴയും ഒന്നുമായിരുന്നില്ല. അതിലും വലുതായെന്തോ ഒന്ന് അവനെ മാടി വിളിക്കുന്നതായി അവന് തോന്നിത്തുടങ്ങുന്നു. വർഷങ്ങൾ ചിലത് കടന്നുപോകുന്നു. ബഷീർ ഇപ്പോൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. രാജ്യം മുഴുവൻ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആവേശത്തിലാണ്. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തുന്നു. ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ച് കടപ്പുറത്ത് പോയി ഉപ്പുകുറുക്കി പ്രതിഷേധിക്കുക. അതിൻ്റെ അലകൾ കേരളത്തിലും എത്തുന്നുണ്ട്. കോഴിക്കോട് കടപ്പുറത്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത്. ബഷീറിൻ്റെ കൂട്ടുകാരിൽ പലരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായി കോഴിക്കോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അവരുടെ സംസാരം കേൾക്കുമ്പോൾ ബഷീറിൻ്റെ രക്തം തിളയ്ക്കുന്നു. അവനും പോകണം, സമരം ചെയ്യണം. പക്ഷെ വീട്ടിൽ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. അവൻ്റെ ഉമ്മയും ബാപ്പയും അവനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. പഠിച്ച് വലിയ ആളാവുന്നത് സ്വപ്നം കണ്ടിരിക്കുന്ന അവരോട് പഠിപ്പൊക്കെ നിർത്തി ജയിലിൽ പോകാനാണ് പ്ലാനെന്ന് എങ്ങനെ പറയും? അവനൊരു രഹസ്യ പദ്ധതി തയ്യാറാക്കുന്നു. വീട്ടിൽ നിന്ന് ഒളിച്ചോടുക, കോഴിക്കോട്ടേക്ക് പോകുക, സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക. പിന്നെ